Hello, good evening everyone. Welcome to another OET Speaking Speculation Live. This is me, 𝐒𝐲𝐞𝐚𝐤𝐬𝐧, joining you from Neethu's Academy. So yes, welcome back everyone. So I'm here today on a Wednesday with another recent exam model card discussion for you guys. So yes, I hope all of you are staying safe and healthy and your preparation is going well as well. അപ്പോൾ ഇന്നലെ നമ്മൾ ട്യൂസ്ഡേയിലും മറ്റൊരു എക്സാം മോഡൽ കാർഡിൻ്റെ റീസെൻറ്റ് കോൺസെപ്റ്റ് ആയിരുന്നു നമ്മൾ ഡീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ കുറേ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്കെല്ലാം അത് ഓർമ്മയുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ആരെങ്കിലും ഇന്നലത്തെ ലൈവ് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇതേ പേജിൽ തന്നെ അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങളൊന്ന് സ്ക്രോൾ ഡൗൺ ചെയ്താൽ പേജിൽ ആ ലൈവ് കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അതൊന്ന് വാച്ച് ചെയ്യുക. മൊത്തത്തിൽ എങ്ങനെയാണ് സെൻറ്റൻസ് കൺസ്ട്രക്ഷൻ ആ ഒരു കോണ്ടെക്സ്റ്റ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടൊന്ന് ഡീൽ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ആ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് പിക്ക് ഔട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ലിറ്റ് മോർ ഈസിയർ ഫോർ യു ടു ഡു ദ റോൾ പ്ലേസ്. ഓക്കെ, അതുപോലത്തെ കോണ്ടെക്സ്റ്റുകൾ വരുമ്പോൾ നിങ്ങൾക്ക് സംസാരിക്കാനും ചെയ്യാനും ഒക്കെ വളരെയധികം എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നും നമ്മൾ മറ്റൊരു എക്സാം മോഡൽ കാർഡ് തന്നെയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ ഹോം വിസിറ്റ് സിനാരിയോ. ഇന്നലെ നമ്മളൊരു ലോക്കൽ ക്ലിനിക് ആയിരുന്നു ചെയ്തിരുന്നത്. ഇതൊരു ഹോം വിസിറ്റ് ആണ്. ഇത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കോണ്ടെക്സ്റ്റ് ആണ് കേട്ടോ. കാരണം നമ്മൾ സംസാരിക്കുന്നത് ഒറ്റയ്ക്ക് കുറച്ചധികം മൾട്ടിപ്പിൾ ക്രോണിക് കണ്ടീഷൻസ് ഉള്ള ഒരു എൽഡർലി, അയാൾ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. അയാളെ നമ്മളൊരു റുട്ടീൻ വിസിറ്റിൻ്റെ ഭാഗമായിട്ട് കാണാൻ ചെല്ലുകയാണ്. റുട്ടീൻ വിസിറ്റാണ്, അത് ഹൈലൈറ്റഡ് പോർഷനാണ് കേട്ടോ. പേഷ്യൻറ്റ് 8ഓളം പല ഡിഫറെൻറ്റ് മെഡിക്കേഷൻസ് കഴിക്കുന്നുണ്ട് ഡെയിലി. അതും പല വേരിയസ് സ്പെഷ്യലിസ്റ്റുകൾ. ഒരു ഒറ്റ കണ്ടീഷൻ അല്ലല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞു മൾട്ടിപ്പിൾ ആയിട്ടുള്ള ക്രോണിക് കണ്ടീഷൻസ് ഉള്ള പേഷ്യൻ്റാണ്. അപ്പോൾ പല മെഡിസിൻസ് ആൾ പല സ്പെഷ്യലിസ്റ്റുകൾ കൊടുത്തത് കഴിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു റുട്ടീൻ കാര്യങ്ങളൊക്കെ ഓക്കെ ആണോ, എന്തൊക്കെയാണ് ഓക്കെയാണ്, മെഡിക്കേഷനൊക്കെ കറക്റ്റായിട്ട് എടുക്കുന്നുണ്ടോ, എന്തെങ്കിലും കൺസേൺസ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന റുട്ടീൻ വിസിറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു റോൾ പ്ലേ കാർഡാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ യെസ്, വിത്തൗട്ട് വേസ്റ്റിംഗ് മച്ച് ടൈം കാർഡ് ഞാനിപ്പോൾ ഡിസ്പ്ലേ ചെയ്യാം. ആൻഡ് റിമെമ്പർ യു ഹാവ് 3 minutes to go through the card.
ഓക്കെ, അപ്പോൾ എല്ലാവരും കാർഡൊക്കെ വായിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതിനൊരു ഐഡിയ ഒക്കെ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സോ നൗ ലെറ്റ്സ് സ്റ്റാർട്ട് ദ ഡിസ്കഷൻ. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷനിൽ നിന്ന് കുറച്ചധികം ഡീറ്റെയിൽസ് നമുക്ക് എടുക്കേണ്ടത് ആയിട്ടുള്ള ആവശ്യമുണ്ട്. സോ ലെറ്റ്സ് ഹാവ് എ ലുക്ക് അറ്റ് ഇറ്റ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു ഹോം വിസിറ്റ് സിനാരിയോ ആണ്. ആൻഡ് ദെൻ ദ നെക്സ്റ്റ് പോയിന്റ് യു നീഡ് ടു നോട്ടീസ് ഇസ് നമ്മുടെ ഇത് റുട്ടീൻ വിസിറ്റ് ആണ് തന്നിട്ടുണ്ട് അല്ലേ. നിങ്ങൾ സ്ഥിരമായിട്ട് അവിടെ ചെല്ലുന്നതാണ് എന്നുള്ളൊരു ഐഡിയ നമുക്ക് തന്നിട്ടുണ്ട്. അതിനർത്ഥം എന്താണ്, ദിവസവും അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ആഴ്ചയിൽ ഇത്ര ദിവസം എന്നൊക്കെയുള്ള രീതിയിൽ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ സ്ഥിരമായിട്ട് പോകുന്നു എന്നുള്ളൊരാളാണെന്നുണ്ടെങ്കിൽ എപ്പോഴും പോയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മളാരാ നമ്മളേതാ എന്ന് പറയേണ്ട ആവശ്യമില്ല അല്ലേ. അപ്പോൾ ഇതൊരു റുട്ടീൻ വിസിറ്റ് ആയതുകൊണ്ട് നമ്മൾ 3 മിനിറ്റ്സിൽ നേരത്തെ തന്നെ പേഷ്യൻ്റെ പേര് ചോദിച്ചു വെക്കണം. അതിനുശേഷം റോൾ പ്ലേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഹായ് മിസ്റ്റർ ഡേവിഡ് അല്ലെങ്കിൽ ഹായ് മിസ് സൂസൻ, ഐ ഹോപ്പ് യു ആർ ഡൂയിങ് ഗുഡ് എന്നുള്ള രീതിയിൽ നമുക്ക് പറഞ്ഞു പോയാൽ മതി കേട്ടോ. ഇവിടെ നമ്മൾ ആരാന്ന് റിമൈൻഡ് ചെയ്യേണ്ട ആവശ്യകതയൊന്നും വരുന്നില്ല. ഇനി നിങ്ങൾ സംസാരിക്കുന്നത് ഒരു ഡിമെൻഷ്യ പേഷ്യൻ്റ് ആണ് അല്ലെങ്കിൽ മെമ്മറി ലോസ് ഉള്ളൊരു പേഷ്യൻ്റ് ആണ്, അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ആണെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി, നമ്മൾ ആരാന്നുള്ളതൊന്ന് റിമൈൻഡ് ചെയ്ത് പോയാൽ മതി കേട്ടോ. അപ്പോൾ ഇവിടെ എന്തിൻ്റെ ആവശ്യമില്ല, ഈ പറഞ്ഞ കാര്യങ്ങളുടെ ഒന്നും ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ചുമ്മാ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ്, ഗ്രീറ്റ് ചെയ്യുക, ഡയറക്റ്റ് ആയിട്ട് ഹൗ ആർ യു എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കുക. ഓക്കെ, പ്ലസ് ദ നെയിം ഓഫ് ദ പേഷ്യൻറ്റ്. ഈ നെയിം ഓഫ് ദി പേഷ്യൻറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഉപയോഗിക്കാം അല്ലെങ്കിൽ ഗ്രീറ്റ് ചെയ്യുന്നതിൻ്റെ കൂടി ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ചുമ്മാ ഇപ്പോൾ വേണമെങ്കിൽ ഗുഡ് ഈവനിങ് മിസ്റ്റർ ഡേവിഡ് എന്ന് പറയാം, അല്ലെങ്കിൽ ജസ്റ്റ് ഗുഡ് ഈവനിങ് മാത്രം പറയാം. അവിടെ പേര് വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ട, ഹൗ ആർ യു എന്ന് മാത്രം ചോദിച്ചാൽ മതി, അതിൻ്റെ കൂടെ പേര് ചോദിക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ നിങ്ങൾ ഗ്രീറ്റ് ചെയ്തപ്പോൾ പേര് ചോദിക്കാതെയാണ് നിങ്ങൾ ഗ്രീറ്റ് ചെയ്തതെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി, ഓക്കെ സോ ഹായ് ഗുഡ് ഈവനിങ് ഹൗ ആർ യു ഫീലിംഗ് ടുഡേ മിസ്റ്റർ ഡേവിഡ് എന്നുള്ള രീതിയിൽ ചെയ്ത് പോയാൽ മതി. സോ ഡിപ്പെൻഡിങ് ഓൺ ദ കോണ്ടെക്സ്റ്റ് നിങ്ങൾ എങ്ങനെയാണോ സ്റ്റാർട്ട് ചെയ്തത്, ബേസ്ഡ് ഓൺ ദാറ്റ് യു ഹാവ് ടു അറേഞ്ച് യുവർ കമ്മിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് and the dialogues and everything. So this is a routine visit, so you do not have to always self-introduce yourself saying hi this is me, hi this is I am എന്നുള്ള രീതിയിൽ നിങ്ങൾ പിന്നെയും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾ ആരാണ് എന്നുള്ളൊരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ആവശ്യം വരുന്നില്ല. എന്തുകൊണ്ടാണെന്ന് മനസ്സിലായല്ലോ, ബിക്കോസ് ദിസ് ഈസ് എ റുട്ടീൻ വിസിറ്റ് കേട്ടോ. ഇനി ബാക്കി കാര്യങ്ങളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടാസ്ക് എന്താ തന്നിരിക്കുന്നത്, കൺഫേം റീസൺ ഫോർ ദ വിസിറ്റ്. ഓക്കെ, നമ്മളപ്പോൾ അവിടെ പറയുകയാണ് ഞാൻ റുട്ടീൻ മെഡിക്കേഷൻ റിവ്യൂവിന് വന്നിരിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഹൗ ആർ യു പറയുമ്പോൾ പേഷ്യൻ്റ് തിരിച്ച് മറുപടി പറയും ഐ എം ഓക്കെ, ഐ എം നോട്ട് ഓക്കെ, എന്താണോ റെസ്പോൺസ് വരിക അത് പറയും. അതിനെ ബേസ് ചെയ്തിട്ട് തിരിച്ച് പറയാനുള്ള റെസ്പോൺസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവണം, പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവണം അല്ലേ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഐ എം ഓക്കെ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ഗുഡ് ടു നോ, അല്ലെങ്കിൽ ഐ എം പ്ലീസ് ടു നോ ദാറ്റ്, ഓക്കെ, അല്ലെങ്കിൽ ദാറ്റ്സ് ഗ്രേറ്റ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു റെസ്പോൺസ് നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. ഇനി പേഷ്യൻ്റ് പറയണം ഓ അത്ര സുഖമൊന്നും ഇല്ല, ഓക്കെ ഐ എം നോട്ട് ഫീലിംഗ് ദാറ്റ് ഗ്രേറ്റ് എന്നുള്ളതാണ് തിരിച്ചു വരുന്ന റെസ്പോൺസ് എങ്കിലോ, അപ്പോൾ നമ്മൾ അവിടെ എന്ത് ചെയ്യണം, തിരിച്ച് നമ്മൾ പറയണം ഐ എം റിയലി സോറി ടു ഹിയർ ദാറ്റ് യു ആർ ഹാവിങ് സം ഡിഫിക്കൽട്ടീസ് ബട്ട് ഡോണ്ട് വറി, ഐ വിൽ ബി ഹിയർ ടു ഐ വിൽ ബി ആസ്കിങ് യു കപ്പിൾ ഓഫ് ക്വസ്റ്റ്യൻസ് ആൻഡ് then you can tell me what the problem is and let's see what we can do to resolve it. Okay, എന്താണ് പ്രശ്നം എന്നുള്ളത് എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി, അതെങ്ങനെ റിസോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് നോക്കാം എന്നുള്ളൊരു അഷുറൻസ് കൊടുത്താൽ മതി കേട്ടോ. അതിനുശേഷം നമ്മൾ പറയാണ് സോ മിസ്റ്റർ ഡേവിഡ് ഐ എം ഹിയർ to review your medication routine. Okay, I am here to review your medication routine. എന്നിട്ട് നമ്മൾ ചോദിക്കുകയാണ് find out how the patient is feeling since the last visit. അപ്പോൾ ഈ ഒരു ടാസ്കിൽ ഇത് ഇവിടെയാണ് വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഗ്രീറ്റ് ചെയ്തിട്ട് ഹൗ ആർ യു എന്ന് ചോദിക്കുന്നതിന് പകരം നിങ്ങൾക്ക് ഗ്രീറ്റ് ചെയ്തിട്ട് ഹായ് ഗുഡ് ഈവനിങ് മിസ്റ്റർ ഡേവിഡ് എന്ന് പറഞ്ഞിട്ട് പറയാം. സോ ഐ എം ഹിയർ ആസ് അഡ്വൈസ്ഡ് ബൈ ദി ഡോക്ടർ ടു ഹാവ് യുവർ റുട്ടീൻ മെഡിക്കേഷൻ റിവ്യൂ അല്ലെങ്കിൽ ടു ഹാവ് ദ റിവ്യൂ ഓഫ് യുവർ റുട്ടീൻ മെഡിക്കേഷൻ എന്നുള്ള രീതിയിൽ പറയാം. അതിനുശേഷം ചോദിക്കാം സോ പ്ലീസ് ടെൽ മീ ഹൗ ഹാവ് യു ബീൻ ഫീലിംഗ് സിൻസ് മൈ ലാസ്റ്റ് വിസിറ്റ് എന്ന് ചോദിക്കാം. ഇനി അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ഈ പോർഷൻ ചോദിച്ചിട്ട് ഈ പോർഷൻ ചെയ്യാം, ദാറ്റ്സ് ഓൾസോ ഫൈൻ, അതിൽ പ്രശ്നമൊന്നുമില്ല കേട്ടോ. നിങ്ങൾ ആദ്യം തന്നെ ഹായ് ഗുഡ് ഈവനിങ് മിസ്റ്റർ ഡേവിഡ് ഹൗ ഹാവ് യു ബീൻ ഫീലിംഗ് സിൻസ് അവർ ലാസ്റ്റ് വിസിറ്റ്, അപ്പോൾ ആ പേഷ്യൻ്റെ കാര്യം പറയും, അതിനനുസരിച്ച് നമുക്ക് എന്ത് പറയാം, ഓ ഐ സീ ദാറ്റ്, സോ മിസ്റ്റർ ഡേവിഡ് പ്ലീസ് ഡോണ്ട് വറി ലെറ്റ് മീ സീ വാട്ട് വി ക്യാൻ ഡു ടു റിസോൾവ് ദ ഇഷ്യൂസ് ദാറ്റ് യു ആർ എക്സ്പീരിയൻസിങ്, സോ ഐ എം ഹിയർ ടു റിവ്യൂ യുവർ റുട്ടീൻ മെഡിക്കേഷൻ സോ മേ ഐ എന്ന് പറഞ്ഞ് നമുക്ക് ആ പോയിന്റ് അവിടെ ഫിനിഷ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ കോണ്ടെക്സ്റ്റുകളൊക്കെ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് നിങ്ങൾ കുറച്ചൊന്ന് ലോജിക് അപ്ലൈ ചെയ്ത് ഇങ്ങനെ പറഞ്ഞു പോയാൽ പ്രശ്നമില്ല എന്ന് തോന്നുന്ന രീതിയിൽ ഓക്കെയാണ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് മതി, ദാറ്റ്സ് ഓക്കെ, ദാറ്റ്സ് ആബ്സല്യൂട്ട്ലി ഫൈൻ. അപ്പോൾ ഞാൻ ഈ കാണിച്ച രീതിയിൽ നമുക്കത് ഈസിലി ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഐ ഹോപ്പ് യു ഗോട്ട് യു അണ്ടർസ്റ്റുഡ് ദാറ്റ് പോയിന്റ്. ഇനി നമുക്ക് അടുത്ത ടാസ്ക് എന്താ നോക്കിയേ, എക്സ്പ്ലെയിൻ ദി ഇമ്പോർട്ടൻസ് ഓഫ് മെഡിക്കേഷൻ അഡ്ഹിയറൻസ്. വാട്ട് യു മീൻ ബൈ അഡ്ഹിയറൻസ്? മേക്ക് ഷുവർ ദാറ്റ് യു കോമെന്റ് ഡൗൺ. ഓക്കെ, എന്താണ് ഈ അഡ്ഹിയറൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? വാട്ട് യു മീൻ ബൈ അഡ്ഹിയറൻസ്? എനിബഡി?
What do you mean by adherence? അല്ലെങ്കിൽ medication adherence. എന്താണ് അതിൻ്റെ ഒരു മീനിങ് വരുന്നത്? Anybody? I'll give you a few seconds. If anyone knows the answer for that, please comment. If not, after the few seconds, I'll definitely explain that to you. So yes, make sure to comment, okay? What do you mean by adherence? It doesn't, it is a very simple word. It means that the patient is complying to the medication regimen, like she is taking the medication on time, without fail, not skipping it. അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടോ നോക്കുന്നുണ്ടോ എന്നുള്ള വേർഡാണ് എന്ത് അഡ്ഹറൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് എന്താണ്? ഇമ്പോർട്ടൻസ് ഓഫ് മെഡിക്കേഷൻ ആണ്. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ഇമ്പോർട്ടൻസ് ഓഫ് മെഡിക്കേഷൻ പറയണമെന്നുണ്ടെങ്കിൽ ഹൗ ഹാവ് യു ബീൻ ഫീലിംഗ് എന്നുള്ള ഈ ഒരു ക്വസ്റ്റ്യന് ഒരു പക്ഷേ അവർ തിരിച്ച് മറുപടി പറഞ്ഞേക്കാം, ഐ എം ഓക്കെ ബട്ട് taking these medication, I do have to take like 7 to 8 medication a day. That is actually troubling me so much. എന്ന് വല്ലതും പറയാൻ സാധ്യതയുണ്ട്. തള്ളിക്കളയണ്ട അല്ലേ? അങ്ങനെ പറഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി അടുത്ത പോയിന്റിലേക്ക് പോവാം. I can understand it can be very difficult for you to be taking a lot of medication every day, but let me tell you the importance of taking medication without skipping. Let me tell you the importance of complying to your medication regimen. ഓക്കെ, ഈ ഒരു രീതിയിൽ നമുക്ക് പറയാം. ഇനി ഒരു പക്ഷേ നിങ്ങൾ ഹൗ ആർ യു ഫീലിംഗ് ചോദിച്ച സമയത്ത് പേഷ്യൻ്റ് ഇതൊന്നും പറഞ്ഞില്ല, ഐ എം ഓക്കെ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ എങ്കിൽ അടുത്ത പോയിന്റിലേക്ക് നമുക്കൊരു ട്രാൻസിഷൻ വേണം അല്ലേ? മറ്റതിൽ ഓട്ടോമാറ്റിക്കലി പേഷ്യൻ്റ് മരുന്നിൻ്റെ കാര്യം ഇട്ടത് കൊണ്ട് നമുക്ക് ട്രാൻസിഷൻ അവിടെ വന്നു. ഇവിടെ നമുക്ക് എന്ത് വേണ്ടി വരും? അങ്ങനെ പറയാത്തത് കൊണ്ട് നമുക്കൊരു ട്രാൻസിഷൻ വേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെ ഒരു ട്രാൻസിഷന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് അങ്ങ് ചോദിക്കാം, സോ ആർ യു ടേക്കിംഗ് ദ മെഡിക്കേഷൻസ് ഓൺ ടൈം എന്നുള്ള രീതിയിൽ നമുക്കൊരു ചോദ്യമായിട്ട് ചോദിക്കാം. ഓക്കെ, മെഡിക്കേഷനൊക്കെ തെറ്റാതെ എടുക്കുന്നില്ലേ, കറക്റ്റായിട്ട് എടുക്കുന്നില്ലേ എന്നുള്ള രീതിയിൽ ഒരു ചോദ്യം അങ്ങോട്ടേക്ക് ചോദിച്ചാൽ മതി. അപ്പോൾ പേഷ്യൻ്റ് അതിൻ്റെ റെസ്പോൺസ് തരും. ഇനി ഇവിടെ വരുന്ന മറ്റൊരു ട്വിസ്റ്റ് എന്ന് വെച്ചാൽ മരുന്നൊക്കെ കറക്റ്റായിട്ട് കഴിക്കുന്നില്ലേ എന്നുള്ള ചോദ്യത്തിന് ചിലപ്പോൾ പേഷ്യൻ്റ് തിരിച്ചെന്ത് പറയാം? ഞാൻ കഴിക്കുന്നുണ്ടെന്ന് പറയാം. ഓക്കെ, ചിലപ്പോൾ വേണമെങ്കിൽ പറയാം ഞാൻ കഴിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? അടുത്ത പോയിന്റ് ചെയ്യണം. നമുക്ക് കഴിക്കുന്നുണ്ടെന്ന് വെച്ചിട്ടോ ഇനിയിപ്പോൾ ഇതൊക്കെ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നില്ല അല്ലേ? യു ഹാവ് ടു ഡു ദ ടാസ്ക്. അപ്പോൾ കഴിക്കുന്നുണ്ടെന്ന് അവർ പറഞ്ഞാലും നമ്മൾ അവിടെ നിന്ന് അപ്രിഷ്യേറ്റ് ചെയ്യുക. ഐ എം ഗ്ലാഡ് ടു നോ ദാറ്റ് യു ആർ ടേക്കിംഗ് ദ മെഡിക്കേഷൻ ഓൺ ടൈം, ബിക്കോസ് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് യു ടേക്ക് യുവർ മെഡിക്കേഷൻ ഓൺ ടൈം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ ബ്രാക്കറ്റിലെ കാര്യങ്ങൾ പറഞ്ഞു പോകാം. അപ്പോൾ എങ്ങനെ വന്നാലും ആ കോൺവെർസേഷനിലേക്ക് നിങ്ങൾ തിരിച്ചെത്തുക. യു ഹാവ് ടു ടേക്ക് കൺട്രോൾ ഓഫ് ദ കോൺവെർസേഷൻ എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള പോയിന്റ് കേട്ടോ. അപ്പോൾ അതനുസരിച്ച് ഇങ്ങനെ പറഞ്ഞാൽ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ പറയണം എന്നുള്ളൊരു ലേ ഔട്ട് നിങ്ങളുടെ മൈൻഡിൽ വേണം. അതല്ലാതെ ഓൾ ഓഫ് എ സഡൻ പെട്ടെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു ആൻസർ പേഷ്യൻ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബൈസ്റ്റാൻഡർ ഇൻട്രോക്യൂട്ടർ അവിടെ നിന്ന് തിരിച്ച് റിപ്ലൈ ആയിട്ട് തന്നിട്ടുണ്ടെങ്കിൽ അയ്യോ ഇതിനെങ്ങനെയല്ലല്ലോ പറയേണ്ടത്, ഇതിങ്ങനെ പറഞ്ഞാലല്ലേ എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റൂ എന്ന് നിങ്ങൾ ചിന്തിക്കരുത് കേട്ടോ. Do not be nervous at that point. You shouldn't be like, okay, I never thought the patient would be replying like that. I was not prepared for that answer. അങ്ങനത്തെ ഒരു മറുപടിക്ക് ഞാൻ പ്രിപ്പയർഡ് അല്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ലേ ഔട്ട് കറക്റ്റ് ആയിരിക്കണം. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ പേഷ്യൻ്റ് ഇങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെ ചെയ്ത് പോവാം. ഇനി അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ഞാനായിട്ട് തന്നെ അത് ചോദിച്ച് അങ്ങോട്ട് പോവാം. ഇനിയിപ്പോൾ ഇത് രണ്ടും കൂടെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അക്നോളജ് ചെയ്തിട്ട് പറഞ്ഞാൽ മതി. അപ്പോൾ യു നീഡ് ടു ഹാവ് ദറ്റ് ഐഡിയ. ഓക്കെ, ആ ഒരു ലേ ഔട്ട് നിങ്ങളുടെ മൈൻഡിലുണ്ടെങ്കിൽ നിങ്ങളുടെ മുന്നിലേക്ക് ആ എക്സാമിനർ ഇട്ട് തരുന്ന എല്ലാ സെൻറ്റൻസിനും നിങ്ങൾക്ക് മറുപടി ഉണ്ടാവും. നിങ്ങൾ നിന്ന് പോവില്ല, സ്റ്റക്ക് ആവില്ല, നല്ല ഫ്ലുവൻ്റ് ആയിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും, നല്ല കോൺഫിഡൻസ് ഉള്ളൊരു അപ്രോച്ച് ആയിരിക്കും നിങ്ങൾക്ക് വരിക. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് ബെനിഫിറ്റ്സുകൾ അതിനകത്തുണ്ട് കേട്ടോ. സോ യെസ്, നൗ ലെറ്റ്സ് ലുക്ക് ഇൻ ടു ദിസ് കോണ്ടെക്സ്റ്റ്. അപ്പോൾ ഇവിടെ ലെറ്റ്സ് സേ ഫൈൻഡ് ഔട്ട് ഹൗ ദ പേഷ്യൻ്റ് ഇസ് ഫീലിംഗ് സിൻസ് ദ ലാസ്റ്റ് വിസിറ്റ് ചോദിച്ചപ്പോൾ പേഷ്യൻ്റ് പറഞ്ഞു ഓക്കെ എനിക്ക് മരുന്നുകളൊക്കെ ഇത്രയും കഴിക്കുന്നത് എൻ്റെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ എന്ന് പേഷ്യൻ്റ് പറഞ്ഞു എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? Mr. David, I understand taking all this medication can be a little difficult for you, but please do not worry. I'll help you with some strategies. But before that, let me explain to you why it is important to follow the medications and take it correctly on time. It will help too. ഓക്കെ, ഇറ്റ് വിൽ ഹെൽപ്പ് ടു. അപ്പോൾ ഇന്നലെ നമ്മൾ പഠിച്ചൊരു കാര്യമാണ്, അല്ലെങ്കിൽ ഞാൻ പലപ്പോഴും ലൈവിൽ പറയുന്നൊരു കാര്യമാണ്. ഇനിയിപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്നുകൂടി ഞാൻ പറയാം, കേട്ടിരുന്നോളൂ. ബ്രാക്കറ്റിൽ തന്നിരിക്കുന്ന പോയിൻറ്റ്സ് വെർബുകളുണ്ടാവും. ഇപ്പോൾ ഇംപ്രൂവ് ആയിക്കോട്ടെ, പ്രിവെൻറ്റ് ആയിക്കോട്ടെ, എക്സ്പ്ലോർ, അങ്ങനെ എന്തെങ്കിലും വേർബ് നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ ആ വേർബിനെ എപ്പോഴും അതിൻ്റെ ബേസ് ഫോമിലേക്ക്, അതായത് അതിൻ്റെ കൂടെ ഒരു അഡീഷനും ഇല്ലാതെ ബേസ് ഫോമിലേക്ക് ടു കൂട്ടി കണക്ട് ചെയ്യാനായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈസിലി അത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ബാക്കി രീതിയിൽ പറയാൻ പാടില്ല എന്നുള്ളതല്ല, പക്ഷേ ഇങ്ങനെ പറഞ്ഞാൽ കുറച്ചുകൂടെ സിമ്പിൾ
സിമ്പിളാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഇംപ്രൂവ് എന്ന് പറയുന്നതാണ് നമ്മുടെ ബേസ് വെർബ്. ഇംപ്രൂവ് ആണ് എന്ത്? നമ്മുടെ ബേസ് ആയിട്ടുള്ള വെർബ്. ഇത് ചിലപ്പോൾ നിങ്ങളുടെ ബ്രാക്കറ്റിൽ ഇങ്ങനെ കാണാം, ഇങ്ങനെ ചിലപ്പോൾ കാണാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ കാണാൻ പറ്റുന്നത് പോലെ ഇങ്ങനെ കാണാം. ഓക്കെ, ഈ ഒരു രീതിയിലാണ്, അതായത് പ്രസൻറ്റ് ഫോമിലാണ്, പാസ്റ്റ് ഫോമിലല്ല കേട്ടോ. ഇപ്പോൾ ഇംപ്രൂവ്ഡ് എന്നുള്ളതിനെ ഇംപ്രൂവ് എന്നാക്കുക എന്നുള്ളതല്ല. ഇതുപോലത്തെ ഫോമിലുണ്ടെങ്കിൽ ഇതിനെ എന്ത് ചെയ്യുക? ബേസ് ഫോമിലേക്ക് ആക്കാനായിട്ട് ഇതിൽ എക്സ്ട്രാ ഫിറ്റിങ്സ് ആയിട്ട് കിടക്കുന്ന ഈ ing-യും ഈ s-ഉം എടുത്ത് മാറ്റുക. എന്നിട്ട് അതിനെന്താക്കുക? ബേസ് ഫോം ആക്കാം. ഈ ബേസ് ഫോം ആയി കഴിയുമ്പോൾ അതിൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്യുക? ടു മുന്നിൽ ആഡ് ചെയ്യാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെ വരും? ഇറ്റ് വിൽ help to improve your health and to prevent complications and side effects. ഇങ്ങനെ വരും കേട്ടോ. It will help to improve your health and prevent complications and side effects. ഇവിടെ നിങ്ങൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കണം. കോമൺ ആയിട്ട് സ്റ്റുഡൻസ് വരുത്തുന്ന ഒരു മിസ്റ്റേക്കാണ് കേട്ടോ. ഇത് പറഞ്ഞു വന്നപ്പോൾ ഞാൻ പറഞ്ഞതാണ്. ഈ ഹെൽപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഇറ്റിൻ്റെ കൂടെ ഡയറക്റ്റ്ലി ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിൻ്റെ കൂടെ എന്ത് വരും? ഒരു എസ് വരും. അതായത് ഇറ്റ് കഴിഞ്ഞ് ഡയറക്റ്റ്ലി വേർബ് വന്നാൽ ഇറ്റ് ഹെൽപ്സ് എന്നാണ് പറയാം കേട്ടോ. ഇനി ഇറ്റ് കഴിഞ്ഞ് ഹെൽപ്പിൻ്റെ ഇടയിൽ, അല്ലെങ്കിൽ ഹെൽപ്പ് എന്ന് മാത്രമല്ല ഏത് വെർബാണെങ്കിലും എനി വെർബാണ് കേട്ടോ, അതിൻ്റെ ഇടയിൽ നമുക്ക് ഒരു മോഡൽ വെർബ് വന്നു കഴിഞ്ഞാൽ, മോഡൽ വെർബ് എന്ന് പറയുമ്പോൾ അതായത് മേ, മൈറ്റ്, ക്യാൻ, വിൽ അങ്ങനത്തെ വാക്കുകൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇറ്റ് ആയതുകൊണ്ട് ഇവിടെ എസ് നമുക്ക് ഉപയോഗിക്കണമെന്നില്ല. കാരണം ഇവിടെ ഓൾറെഡി ഒരു മോഡൽ വെർബ് ഉണ്ട്. അപ്പോൾ ഇവിടെ എന്ത് മാത്രം മതി? ഈ ഹെൽപ്പ് എന്നുള്ള ബേസ് ഫോം മാത്രം മതി. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇറ്റ് കഴിഞ്ഞ് മോഡൽ വെർബ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വെർബിൻ്റെ കൂടെ എസ് ഉണ്ടാവില്ല. സിമ്പിൾ ആസ് ദാറ്റ്. ഓക്കെ, അപ്പോൾ ഇറ്റ് കഴിഞ്ഞ് ഡയറക്റ്റ്ലി വെർബ് ആണെങ്കിലാണ് നമ്മൾ എസ് ഇടുന്നത്. ഇറ്റ് കഴിഞ്ഞ് ഒരു മോഡൽ വെർബ് കഴിഞ്ഞിട്ടാണ് വെർബ് വരുന്നതെങ്കിൽ അതിൻ്റെ കൂടെ എസ് ഉണ്ടാവില്ല. ഇറ്റ് വിൽ ഹെൽപ്പ് എന്നായിരിക്കും വരിക കേട്ടോ. ഇറ്റ് ഹെൽപ്സും ഇറ്റ് വിൽ ഹെൽപ്പും. Got it? So I hope you understood that point. അപ്പോൾ ഇത് ഒരു കോമൺ മിസ്റ്റേക്ക് ആണ് സ്റ്റുഡൻസ് ഗ്രാമാറ്റിക്കലി വരുത്തുന്നത്. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത പോയിന്റ് നോക്കിയാലോ. എക്സ്പ്ലോർ എനി സൈഡ് എഫക്ട്സ് കോസ്റ്റ്. ഓക്കെ, അപ്പോൾ സൈഡ് എഫക്ട്സും പ്രിവെൻറ്റ് ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞതിന് ശേഷം നമുക്ക് ചോദിക്കാം, സ്പീക്കിംഗ് ഓഫ് വിച്ച് എന്താണ്? നോട്ട് ചെയ്തോളൂ. സ്പീക്കിംഗ് ഓഫ് വിച്ച്. സ്പീക്കിംഗ് ഓഫ് വിച്ച് എന്ന് വെച്ചാൽ അതിനെപ്പറ്റി പറയുമ്പോൾ, അതിൻ്റെ മീനിങ് എന്താണ്? അതിനെപ്പറ്റി പറയുമ്പോൾ. ഏതിനെ പറ്റിയാണ് നമ്മളിപ്പോൾ പറഞ്ഞു നിർത്തിയത്? സൈഡ് എഫക്ട്സിനെ പറ്റിയിട്ട് അല്ലേ? നമ്മൾ പറഞ്ഞു ഇറ്റ് വിൽ ഹെൽപ്പ് ടു പ്രിവെൻറ്റ് കോംപ്ലിക്കേഷൻസ് ആൻഡ് സൈഡ് എഫക്ട്സ്. സ്പീക്കിംഗ് ഓഫ് വിച്ച്, ആ സ്പീക്കിംഗ് ഓഫ് വിച്ച് അപ്പോൾ അവിടെ എന്തിലേക്ക് റിഫ്ലക്റ്റ് ആവും? നമ്മൾ ലാസ്റ്റ് പറഞ്ഞ ആ വാക്കിലേക്ക് പോകും. ലാസ്റ്റ് എന്താ പറഞ്ഞത്? സൈഡ് എഫക്ട്സാണ് പറഞ്ഞത്. ഓക്കെ, സ്പീക്കിംഗ് ഓഫ് വിച്ച്, ഡിഡ് യു നോട്ടീസ് എനി സൈഡ് എഫക്ട്സ്? Did you notice any side effects? അല്ലെങ്കിൽ do you have experienced any side effects or did you have any side effects from the medication എന്ന് ചോദിക്കാം. Did you have any side effects from the medication? So did you have any side effects from the medication? ഈ രീതിയിൽ ചോദിക്കുമ്പോൾ ആ ഒരു പോയിന്റ് അവിടെ കവർ ആവും. അപ്പോൾ നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യന് പേഷ്യൻ്റ് പറയുകയാണ്, ഉണ്ട്, എനിക്ക് കുറച്ച് സൈഡ് എഫക്ട്സ് ഒക്കെ വന്നു, എനിക്ക് ഭയങ്കര തലവേദനയും അതുപോലത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്നു എന്നുള്ള രീതിയിൽ അവർ പറഞ്ഞു. നമ്മുടെ അടുത്ത പോയിന്റ് എന്താ? റെക്കമെൻഡ് ചെക്കിംഗ് ഫോർ സൈഡ് എഫക്ട്സ്. അപ്പോൾ നമ്മൾ അവർ വന്നു എന്നുള്ള രീതിയിലാണ് അവർ മറുപടി തന്നതെങ്കിൽ നമുക്ക് പറയാം, ഐ എം റിയലി സോറി ടു ഹിയർ ദാറ്റ്. സോ യെസ്, ഇറ്റ് ഈസ് ക്വൈറ്റ് നാച്ചുറൽ ടു ഹാവ് സം സൈഡ് എഫക്ട്സ് ആഫ്റ്റർ ദിസ് മെഡിക്കേഷൻ. സോ യു നീഡ് ടു ചെക്ക് ഫോർ സം സൈഡ് എഫക്ട്സ് ലൈക്ക് headache, nausea or stomach upset, or whether you have any allergic reaction like difficulty in breathing or swelling or itching or any rash. If you notice anything like this, please seek medical attention in case of any of these side effects എന്നുള്ള രീതി നമുക്ക് പറയാം. ഇനി if the patient is telling you side effects എനിക്ക് അങ്ങനെയൊന്നും ഉണ്ടായില്ലല്ലോ എന്നാണ് പറയുന്നതെങ്കിലോ, സൈഡ് എഫക്ട്സ് ഒന്നും എനിക്ക് വന്നില്ല, എല്ലാം ഓക്കെയാണ്, നോർമലാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ നോക്കിയില്ല, അങ്ങനെ ഞാൻ ശ്രദ്ധിച്ചില്ല, സൈഡ് എഫക്ട്സ് ഉണ്ടോ എന്നുള്ള കാര്യത്തിന് വേണ്ടി ഞാൻ എഫേർട്ട് ഇട്ട് ശ്രദ്ധിച്ചില്ല, ഇങ്ങനെയൊക്കെ അവർ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം, മിസ്റ്റർ ഡേവിഡ് ലെറ്റ് മീ ബ്രിങ് യുവർ അറ്റൻഷൻ ടു വൺ പോയിന്റ്, അല്ലെങ്കിൽ പ്ലീസ് നോട്ട്. നിങ്ങൾ അത്രയും വലിയ സ്റ്റേറ്റ്മെൻറ്റിൽ പോയില്ലെങ്കിലും ഇത് പഠിച്ചു വെച്ചോളൂ കേട്ടോ. പ്ലീസ് നോട്ട്. Mr. David, please note, it is important to check. Checking എന്താ? verb ആണല്ലേ. അപ്പോൾ verb വരുമ്പോൾ നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത്? അത് മാറ്റിയിട്ട് to ഇടാം. It is important to check for side effects such as headache, nausea, stomach upset, or any allergic reactions like difficulty in breathing, swelling, itching, or any rash formation. You need to seek
ഇവിടെയും 2 ഉണ്ട് കേട്ടോ. സോ യു നീഡ് ടു സീക്ക് മെഡിക്കൽ അറ്റൻഷൻ ഇമ്മീഡിയറ്റ്ലി. ഓക്കെ, ഈ ഒരു പോയിന്റ് നമുക്ക് വേണ്ട, അത് ഉണ്ടെങ്കിൽ എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് പറഞ്ഞാൽ മതി? ഇമ്മീഡിയറ്റ്ലി പറയാം. പിന്നെ ഇന്നലെ നമ്മൾ ഒരെണ്ണം പഠിച്ചിട്ടുണ്ടായിരുന്നു, അറ്റ് ദി ഏർലിയസ്റ്റ്. അറ്റ് ദി ഏർലിയസ്റ്റ് കണക്ട് ചെയ്ത് പോവാം കേട്ടോ. അറ്റ് ദി ഏർലിയസ്റ്റ് എന്നിട്ട് ചോദിക്കാം, ഈസ് ദ ക്ലിയർ ടു യു? ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് എന്നുള്ള രീതിയിൽ നമുക്കത് ഫിനിഷ് ഓഫ് ചെയ്യാം കേട്ടോ. ഇനി വൺസ് ദാറ്റ് ഈസ് ഡൺ, ദ പേഷ്യൻ്റ് ഈസ് സെയിങ് ഓക്കെ, പക്ഷേ എനിക്കിതൊന്നും മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, ഇത്രയും മെഡിസിൻ, ഞാൻ ഒറ്റയ്ക്കല്ലേ താമസിക്കുന്നത്, എനിക്കിതെല്ലാം കൂടി തനിയെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ യു ക്യാൻ സേ ഐ ടോട്ടലി അണ്ടർസ്റ്റാൻഡ് where you are coming from. I totally understand where you are coming from, അല്ലെങ്കിൽ I totally understand where this is coming from എന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് കാരണം കൊണ്ടാണ് ഇത് പറഞ്ഞെന്നുള്ളത് എനിക്ക് നല്ല രീതിയിൽ മനസ്സിലായി എന്നാണ് അതിൻ്റെ അർത്ഥം കേട്ടോ. അപ്പോൾ ഐ അണ്ടർസ്റ്റാൻഡ് യുവർ കൺസേണിന് പകരം എന്ത് പറഞ്ഞ് ശീലിക്കാം? ഐ പെർഫെക്റ്റ്ലി അല്ലെങ്കിൽ ഐ ടോട്ടലി അണ്ടർസ്റ്റാൻഡ് where this is coming from. I totally understand where this is coming from. Let me give you some ways to manage your medication. You can maintain a simplified schedule and you can link it to your daily activities. Maybe you can set some alarms to remind you. Alarm എന്ന് പറയരുത്. Alarm മലയാളം pronunciation ആണ് നമ്മൾ alarm എന്ന് പറയുന്നത്. This is alarm. Alarm കേട്ടോ. Now please set some alarms so that you will not forget to take the medication. And also there is something known as a pill organizer in which you can organize your medication for a week, and you can also seek some help from your family to remind you to take the medications on time and to refill your finished medications. ആ ഒരു രീതിയിലൊക്കെ നമുക്ക് അവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം. എന്നിട്ട് ചോദിക്കാം, so do you have any concerns or questions, Mr. David? അപ്പോഴാണ് അവർ ചോദിക്കുന്നത്, ഓ യു ടോൾ മീ അബൌട്ട് എ പിൽ ഓർഗനൈസർ, വാട്ട് ഈസ് ഇറ്റ് എന്നുള്ള രീതി ചോദിക്കും. കാരണം എന്താ? കാരണം നമുക്ക് അടുത്ത ടാസ്ക് വന്നിരിക്കുന്നത് പിൽ ഓർഗനൈസറാണ്. അപ്പോൾ ഒരു പക്ഷേ അവരെന്ത് ചെയ്തേക്കാം, ആ രീതിയിൽ അവർ ചോദിച്ചേക്കാം, ഓക്കെ പിൽ ഓർഗനൈസർ, ഡിഡ് യു സേ ദാറ്റ്, ക്യാൻ യു പ്ലീസ് ടെൽ മീ വാട്ട് ഡസ് ഇറ്റ് ഡു ആൻഡ് ഹൗ ടു ഡു ദാറ്റ്? സോ യു ക്യാൻ എക്സ്പ്ലെയിൻ ദാറ്റ്. ഓക്കെ യെസ് സർട്ടൻലി ഐ വിൽ എക്സ്പ്ലെയിൻ ദാറ്റ് ടു യു. സോ ഇറ്റ് ഈസ് എ സിമ്പിൾ ബോക്സ് വിത്ത് സം compartments to sort pills, and it will definitely help you to simplify your routine. You can keep the medications for each day of the week, and then you can take the medication at the right time and then refill it for the next week. This will help to reduce missed or double doses, and this is a perfect weekly system, and you can store the medications properly as well. So I hope you understand the point. ഇങ്ങനെയാണ് അത് പറഞ്ഞു കൊടുക്കുക കേട്ടോ. That is how we can finish that point. എന്നിട്ട് ചോദിക്കാം, so I hope you got a picture about the pill organizer. So he says yes, then you can move to the next point. Alright then, so I hope everything else is clear to you. So is there anything else you want me to explain? Patient says no, then you can say alright then, thank you so much for having me. കാരണം നമ്മൾ അവിടെയാണ് അല്ലേ. So thank you so much for having me. എന്താ പോയിന്റ് വരുന്നത്? Thank you so much for having me. Thank you so much for having me. I'll schedule I would follow up a visit in next 2 weeks. At that time, I'll check the use of the pill organizer, and if at all you have any concerns that needs to be addressed, we'll take care of it next time. Okay, ennolla reethil parna madi ട്ടോ. So I'll schedule and my next week in 2 weeks. I'll schedule my next visit in 2 weeks. I'll come up for a follow up and check the use of your pill organizer, and if at all you have any concerns, I will be addressing it at that time. എന്ന് പറഞ്ഞ് നമുക്ക് wind up ചെയ്യാം. Okay, and as a last line അല്ലെങ്കിൽ as a concluding line you can say, so Mr. David, thank you so much for your time and patience. I'll see you in 2 weeks. I'll see you in 2 weeks. കാരണം നമ്മൾ ഇവിടെ പറയുന്നുണ്ട് 2 weeksൽ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടെന്ന് അല്ലേ. So you can say I will see you in 2 weeks. ഇനിയിപ്പം ഇതല്ല, നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഈ 2 weeks കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറയാം, ഈ ഒരു പോയിന്റ് പറയാം, side effects in the case. Okay, but please remember, in case if you experience any side effects like I mentioned, please seek medical attention immediately എന്ന് പറയാം കേട്ടോ. സോ ആ ഒരു പോയിന്റ് വെച്ച് പറയുമ്പോഴേക്കും നമ്മുടെ entire presentation നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ പറ്റും. So this is the picture of this particular card. So I hope you guys got a picture of this. അപ്പോൾ ഓരോ കാർഡിൽ നിന്നും നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ഇതെല്ലാം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. എല്ലാ കാര്യങ്ങളും നിങ്ങൾ നിങ്ങളുടെ 1-to-1 സെഷൻസ് വരുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ കാർഡ് ചെയ്യുന്ന സമയത്ത് അത് യൂസ് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. ശ്രമിക്കുക, പറ്റുന്നുണ്ടോ, ഓക്കെ
ഓക്കെയാണോ, എന്നെ കൊണ്ടത് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഞാൻ പഠിച്ച കാര്യമാണ്, ഇങ്ങനെയാണ് ലൈവിൽ കണ്ടത്, അപ്പോൾ അതുപോലെ ഒന്ന് പറഞ്ഞ് നോക്കാം എന്നുള്ള കാര്യങ്ങൾ. ഇപ്പോൾ നമ്മൾ ഈ ബ്രാക്കറ്റിലുള്ള ING ഫോമിൽ മെസ്സൊക്കെ ഇട്ട് വരുന്ന വെർബുകളെയൊക്കെ മാറ്റിയിട്ട് ടു വെച്ചിട്ട് ബേസ് ഫോം ആക്കുന്ന കാര്യങ്ങൾ, ഇതൊക്കെ കുറേ ടെക്നിക്സുകളാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വർക്ക്ഔട്ട് ചെയ്തിട്ട് സീ വെദർ ഇറ്റ് ഈസ് മേക്കിംഗ് എനി ഡിഫറൻസ് ആൻഡ് ലെറ്റ് മീ നോ ഇൻ ദ കോമെൻറ്റ് സെക്ഷൻ അബൌട്ട് ദാറ്റ് കേട്ടോ. നിങ്ങൾ കോൺസ്റ്റൻ്റ് ആയിട്ട് ഇപ്പോൾ ലൈവ് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് അതൊക്കെ ഹെൽപ്ഫുൾ ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ലെറ്റ് മീ നോ so that I can come up with more strategies as well to help you guys. So yes, that's all for this week. Now I'll be coming back next Tuesday with another exam model card and discussion. Until then, take care and good night. Bye bye all of you.